അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9, 10, 6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അവ ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു പ്രസ്താവിക്കുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. ശിഷ്യന്മാർ ശുദ്ധിയുള്ളവർ ആകുവാൻ യേശു അനേകം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ചാൽ ഏതെല്ലാം കാര്യങ്ങളാണ് മനുഷ്യനെ ശുദ്ധനാക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തിനുള്ള വിശപ്പുള്ളവരാണ് അവർ ബൈബിൾ മുടങ്ങാതെ വായിക്കും. അവർ വചനം അനുസരിക്കുവാൻ ഉത്സാഹം കാണിക്കും. തൽഫലമായി പാപത്തിൻ്റെ വഴികൾ അവർ ഉപേക്ഷിക്കും. അങ്ങനെയാണ് അവർ നിത്യനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവമക്കളായി തീർന്ന് ഭാഗ്യവാന്മാർ ആകുന്നത്. ഏത് രീതിയിൽ നിന്നുള്ള പാപങ്ങളിൽ നിന്നാണ് വചനം വായിക്കുന്നവർ രക്ഷപ്പെടുകയെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ താഴേക്ക് വായിച്ചാൽ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും രൂപമോ അല്ലെങ്കിൽ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടാക്കുവാൻ പാടില്ല എന്നാണ് ദൈവം എല്ലാ മനുഷ്യരോടും കൽപ്പിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്. എന്നാൽ യേശു ഭൂമിയിൽ വന്നത് മനുഷ്യരൂപം എടുത്തുകൊണ്ടാണ് എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6, 7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം യേശുവിൻ്റെ രൂപമോ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടാക്കിയാൽ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൽപ്പന ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും രൂപം ഉണ്ടാക്കാൻ പാടില്ല, ഫോട്ടോ ഉണ്ടാക്കുവാൻ പാടില്ല, വിഗ്രഹമുണ്ടാക്കുവാൻ പാടില്ല എന്നാണ് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി ഇത് കാണുമ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തി പാപമാണെന്ന് മനസ്സിലാവുകയും ആ പാപം ഉപേക്ഷിക്കുകയും ചെയ്യും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ആശ്വാസം ലഭിക്കും. എങ്ങനെയെന്നാൽ തൻ്റെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്ന വ്യക്തികൾ പാപം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ അവർക്ക് ദൈവം പാപമോചനം കൊടുക്കുന്നു. ഉദാഹരണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, ഒരു വ്യക്തിക്കെതിരെയും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അന്യൻ്റെ അതിർ നീക്കരുത്, സമാധാനമുണ്ടാക്കുന്നവർ ആകണം, നിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കണം, സഹോദരന് നിന്നോടോ നിനക്ക് സഹോദരനോടോ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ തമ്മിൽ നിരപ്പ് പ്രാപിക്കണം, കൂട്ടുകാരനോട് നിനക്ക് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അവനുമായി അത് പറഞ്ഞു തീർക്കണം, എന്നാൽ മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്തുവാൻ പാടില്ല. ഈ കേട്ട ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾ ബൈബിൾ വായിക്കുമ്പോൾ ഇതെല്ലാം താൻ ചെയ്യുന്ന തെറ്റുകളാണല്ലോ എന്ന് ഓർത്ത് അനുദപിച്ച് അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഞാൻ ഈ തെറ്റുകൾ ഇനി ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ദുഃഖിക്കുന്നവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് സൃഷ്ടാവിനെ കണ്ടെത്തുവാനും പാപക്ഷമ ലഭിപ്പാനും ഇടവരുന്നു. അവർ തെറ്റുകൾ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്ന നിമിഷം തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അധികാരങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടിയോ ആരുമായും യുദ്ധം ചെയ്യുവാൻ പോകാതെ താഴ്മയോടും വിനയത്തോടും എല്ലാവരുമായി സമാധാനമായിരിക്കുന്ന വ്യക്തികൾക്ക് ഹൃദയസമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ളവരെ സൗമ്യതയുള്ളവരെന്ന് വിളിക്കാം.
കാരണം ഇവരുടെ ഹൃദയത്തിൽ ഒരു വിധത്തിലുള്ള യുദ്ധവും ഉണ്ടാവുകയില്ല. ഇവർ ആരോടും വഴക്കുണ്ടാക്കുകയില്ല. ഇവരോട് വഴക്കുണ്ടാക്കുന്ന വ്യക്തികളോടും ഇവർ സമാധാനമായി ഇടപെടും. ആകയാൽ ഇവരോട് യുദ്ധം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർ ആർക്കെതിരെയും കുറ്റം പറഞ്ഞ് നടക്കുകയില്ല. അവരുടെ ഹൃദയത്തിൽ ആരോടും പകയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുകയില്ല. ഹൃദയ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന യാതൊരു കാര്യത്തിലും അവർ ഇടപെടുകയില്ല. ഹൃദയത്തിൽ അകൃത്യം കരുതാതെ ജീവിക്കുന്നവർക്ക് ഹൃദയശുദ്ധി ഉണ്ടാകും. ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവിന് വസിക്കുവാൻ കഴിയുന്നതിനാൽ ഇവർ ഭാഗ്യവാന്മാരാണ്. ഇവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കാരണം സമാധാനത്തിൽ വിതച്ച് അവർ നീതി എന്ന ഫലം കൊയ്യും. സമാധാനം അന്വേഷിച്ച് നാം പിന്തുടരണം. ഹൃദയത്തിൽ സമാധാനമുള്ളവർക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണർ ആകണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സൃഷ്ടാവിനെ ഭരിക്കുവാൻ നാം അവസരം കൊടുക്കണം. അല്ലെങ്കിൽ സാത്താൻ നമ്മെ ഭരിക്കുവാൻ ഇടയായിത്തീരും. നീതി മാത്രം ചെയ്ത് അനീതിയെ വെറുക്കുവാൻ അപ്പോഴേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് നീതി മാത്രം ചെയ്ത് അനീതിയെ വെറുക്കുവാൻ സാധിക്കൂ. എന്നാൽ സാത്താനാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ അനീതിയല്ലാതെ നാം മറ്റൊന്നും അന്വേഷിക്കുകയില്ല. മറ്റുള്ളവരെ വിധിക്കരുത്. നാം നമ്മെ തന്നെ വിധിച്ച് നമ്മിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തണം. എന്നാലേ നമുക്ക് തെറ്റുപറ്റാതെ ജീവിക്കുവാൻ കഴിയൂ. അതിനായി നാം യേശുവിൻ്റെ രക്തത്തെ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുവാൻ യേശുവിനോട് നാം പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം കേട്ട തെറ്റുകളിൽ നിന്നും സ്വയമായി നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ നാം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവൻ നമ്മെ സഹായിക്കും. അങ്ങനെയായാൽ നമുക്ക് കർത്താവിൻ്റെ രണ്ടാം വരവിൽ കറയും ചുളുക്കവും ഇല്ലാത്തവരായി യേശുവിനെ എതിരേൽക്കുവാനുള്ള യോഗ്യത പ്രാപിക്കാം. ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരുന്ന യേശുവിൻ്റെ കൽപ്പനകൾ ബൈബിൾ വായിച്ച് മനസ്സിലാക്കുകയും അത് അനുസരിക്കുകയും ചെയ്താൽ നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയും. അങ്ങനെ യേശുവിൽ വസിച്ചാൽ യേശുവിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും നമ്മിൽ പ്രകടമായി വെളിപ്പെട്ടു വരും. യേശുവിലുള്ള ഗുണങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം, പരോപകാരം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത എന്നിവ. ഈ ഗുണങ്ങളെല്ലാം യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവരിൽ നമുക്ക് കാണുവാൻ കഴിയും. ചില വ്യക്തികളിൽ ഈ ഗുണങ്ങൾ കാണുന്നില്ലെങ്കിൽ അതിന് കാരണം അവർ യേശുവിനെ അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തതാണ് അതിന് കാരണം. യേശു കാണിച്ചു തന്ന നല്ല മാതൃക പിൻപറ്റി വചനം അനുസരിച്ചാൽ നാം ശുദ്ധിയുള്ളവരും യേശുവിൻ്റെ മക്കളുമാകും. ഇങ്ങനെയുള്ളവരെക്കുറിച്ച് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ബുദ്ധിയുള്ള മനുഷ്യർ എന്നാണ്. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന മനുഷ്യന് അവർ തുല്യരാണ്. കാരണം വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. യേശുവിൻ്റെ ഉപദേശങ്ങളിൽ ചിലത് നാം കേട്ടു. ആ ഉപദേശങ്ങൾ നാം അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നേരെ കഷ്ടതയോ പരിഹാസമോ രോഗമോ ക്ഷീണമോ ആയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നമുക്ക് നിരാശയോ അവിശ്വാസമോ ഉണ്ടാവുകയില്ല. അപ്പോഴും നാം യോബിനെ പോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ എന്ന് പറയും. കാരണം നാം യുഗങ്ങളുടെ പാറയായ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ കഷ്ടതകളോ പ്രതിസന്ധികളോ നമുക്കൊരു പ്രയാസമായി തോന്നുകയോ ഭയം ഉണ്ടാവുകയോ ചെയ്യുകയില്ല. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ നെഞ്ചോട് ചാരിയിരിക്കുമ്പോൾ ആര് കുഞ്ഞിനെ പേടിപ്പിച്ചാലും പേടിക്കാതെ ഇരിക്കുന്നത് പോലെ നമുക്കും ക്രിസ്തുവിൽ ചാരിയിരിക്കുവാൻ കഴിയും. എന്നാൽ യേശുവിൻ്റെ വചനം അനുസരിക്കാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നാം പാപത്തിൽ വീഴുകയും തകർന്നു പോവുകയും ചെയ്യും. കാരണം സാത്താൻ നമ്മെ കൊണ്ട് അവൻ്റെ സകലവിധ പ്രവൃത്തികളും ചെയ്യിക്കും. തന്നെയുമല്ല, പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിലേക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാം മരണമായ തീപ്പൊയ്യിൽ തന്നെ നാം വീഴുകയും ചെയ്യും. കാരണം യേശുവിൻ്റെ ഉപദേശം അനുസരിക്കാത്തവർ അവരുടെ വീട് മണലിന്മേലാണ് പണിയുന്നത്. യേശുവിനെ അനുസരിക്കാത്തവരുടെ വീടും അനുസരിക്കുന്നവരുടെ വീടും കണ്ടാൽ ഒരുപോലെയാണ്. എന്നാൽ പ്രതിസന്ധികളാകുന്ന കാറ്റ് ആ രണ്ട് വീടുകളെയും പരിശോധിക്കും.
വചനം അനുസരിക്കുന്നവർ ക്രിസ്തുവാകുന്ന ഒറിജിനൽ വള്ളിയുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ യേശുവിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ആ വ്യക്തി വെളിപ്പെടുത്തുകയും സാത്താൻ്റെ പ്രവൃത്തികളൊന്നും ചെയ്യുകയോ പറയുകയോ കാണുകയോ കേൾക്കുകയോ സാത്താൻ്റെ പാതകളെ പിന്തുടരുകയോ ചെയ്യാതെ അതിൽ നിന്നെല്ലാം ജയം പ്രാപിച്ച് വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിച്ച് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങും. ആകയാൽ എല്ലാ ദിവസവും ബൈബിൾ തുടക്കം മുതൽ വായിച്ച് അതിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് എഴുതിയിരിക്കുന്നുവോ അപ്രകാരം ജീവിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങി കറയും ചുളുക്കവുമില്ലാത്തവരായി ജീവിക്കുകയും യേശുവിനെ പ്രസാദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവനെ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. കഷ്ടത അനുഭവിക്കുന്ന സകല ജനത്തെയും അങ്ങ് കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണമേ. സമാധാനം അന്വേഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നദി പോലെ അങ്ങ് സമാധാനം അയച്ചു കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.